ചില അലവലാദികളുണ്ട് അല്ലേ? നമ്മൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ചില മനുഷ്യരുടെ ചില പ്രവൃത്തികളൊക്കെ കണ്ടാൽ സഹപ്രവർത്തകരുടെയും സഹപാഠികളുടെയും ഒക്കെ ചിത്രമെടുത്ത് അനാവശ്യമായിട്ട് അശ്ലീലമായിട്ട് അത് മോർഫ് ചെയ്ത് കണ്ട് ആനന്ദിക്കുന്ന ചില അലവലാതി അങ്ങനെയുള്ള ഒരു കക്ഷി, ആ കക്ഷിക്കെതിരെ നടപടി വേണമെന്നൊക്കെ ആവശ്യപ്പെട്ട് ഇന്നലെ വിദ്യാർത്ഥികളൊക്കെ വലിയ പ്രതിഷേധമായിരുന്നു. ഇപ്പോൾ ആ വാർത്തയിൽ കൂടുതൽ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് സംഭവം. മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച കേസിൽ പ്രതിയായ ഏബൽ അഗസ്റ്റിനെതിരെ കൂടുതൽ കേസുകൾ. വിദ്യാർത്ഥിനികളുടെ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് 2 FIR കൂടി രജിസ്റ്റർ ചെയ്തു. ഇതോടെ ഏബലിനെതിരെ 5 കേസുകളായി. ഏബൽ അഗസ്റ്റിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആഷൻ ഡിയാഗോ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആഷൻ ഡിയാഗോ, വന്ന് വൃത്തിയായിട്ട് പഠിച്ച് ഡോക്ടറായിട്ട് പുറത്തു പോകേണ്ടതിന് പകരം ഇപ്പോൾ കൂടെ പഠിച്ച വിദ്യാർത്ഥികളുടെയൊക്കെ ചിത്രമെടുത്ത് മോർഫ് ചെയ്ത് നാട്ടിലാണെങ്കിൽ പെരുദോഷമായി ഇപ്പോൾ ഒന്നിനു പിന്നാലെ മറ്റൊന്നായിട്ട് കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണോ ആഷൻ? അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഏബൽ മെഡിക്കൽ കോളേജിലെ 3ാം വർഷ MBBS വിദ്യാർത്ഥിയാണ്. ഇയാൾ സീനിയർ വിദ്യാർത്ഥികളുടെ, അതായത് 5ാം വർഷ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുള്ളത്. ഈ പെൺകുട്ടികളെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത ശേഷം അവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും സ്റ്റോറികളും സ്ക്രീൻഷോട്ട് എടുത്ത് അതിൽ നിന്നാണ് ഇയാൾ ഈ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആദ്യം ഇത് പക്ഷേ ഈ വിദ്യാർത്ഥികളൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷെ പിന്നീട് ഇത് പ്രചരിച്ച ഇവരുടെ പക്കൽ തന്നെ എത്തിയതോടുകൂടിയാണ് ഇത്തരത്തിൽ തങ്ങളുടെ ഫോട്ടോ ഇങ്ങനെ മോശമായ സൈറ്റുകളിലടക്കം പ്രചരിക്കുന്നുണ്ട് എന്നുള്ള വിവരം വിദ്യാർത്ഥികൾ അറിയുന്നതും കൂടുതൽ തിരക്കിയപ്പോൾ മറ്റ് വിദ്യാർത്ഥികൾക്കും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുകയും പിന്നീട് ഇവർ തന്നെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഏബലാണ്, 3ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള ഏബൽ അഗസ്റ്റിനാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് മെഡിക്കൽ കോളേജ് പോലീസിലേക്ക് ഇവർ പരാതിയുമായി എത്തിയത്. പക്ഷേ പരാതി പറയാൻ എത്തിയപ്പോൾ 2 പെൺകുട്ടികളാണ് ആദ്യഘട്ടത്തിൽ പരാതി പറയാൻ എത്തിയതെങ്കിൽ പോലും അതിൽ ഒരാളുടെ പരാതിയിൽ മാത്രമാണ് പോലീസ് FIR എടുക്കുന്നതും ഏബലിനെ അറസ്റ്റ് ചെയ്യുന്നതും. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ ഇയാൾക്ക് ജാമ്യം ലഭിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജ് പോലീസിലേക്ക് MBBS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രക്ഷോഭം അർദ്ധരാത്രിയിൽ അരങ്ങേറിയത്. തുടർന്ന് പോലീസ് അവർക്ക് നൽകിയ ഉറപ്പ്, ഈ പരാതിക്കാരുടെ മുഴുവൻ പരാതികളും FIR എടുക്കാം എന്നുള്ള ഒരു ഉറപ്പ് നൽകിയ ശേഷമാണ് അവർ പിരിഞ്ഞു പോയിട്ടുള്ളത്. നിലവിലെന്തായാലും ഇപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ പരാതിയിൽ 6 FIRകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ പരാതി പറയാനെത്തിയ 2 വിദ്യാർത്ഥികളിൽ ഒരാളുടെ രജിസ്റ്റർ ചെയ്തിരുന്നു. അതുകൂടാതെ 5 പേരുടെ കൂടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒരു കേസിൽ ഇപ്പോൾ ഏബലിനെ വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്, ആദ്യ കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും ദുർബലമായ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. അതിൽ കോടതി പറഞ്ഞൊരു കാര്യം, ഈ വിദ്യാർത്ഥി ഏബൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്, മാത്രമല്ല റാങ്ക് ഹോൾഡറാണ്. അതുകൊണ്ട് തന്നെ ഭാവി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഈ ഒരു ജാമ്യം അനുവദിക്കുന്നത് എന്നുള്ള കാര്യമാണ് കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വന്തം അമ്മയുടെയും അതുപോലെ തന്നെ സഹോദരിയുടെയും ചിത്രം ഇയാൾ ഇത്തരത്തിൽ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല സഹപാഠികളുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരാൾ, അയാൾ എങ്ങനെയാണ് ഈ രോഗികളെ, അല്ലെങ്കിൽ ഇയാൾ അത്തരത്തിലുള്ള ഒരാൾ ഡോക്ടറായി കഴിഞ്ഞാൽ രോഗികൾ എന്ത് വിശ്വസിച്ചാണ് അയാളുടെ പക്കലേക്ക് പോവേണ്ടത്? ഇന്ന് ഇവർക്ക് സംഭവിച്ചത് നാളെ രോഗികൾക്കടക്കം സംഭവിക്കും. വലിയ ഇത്തരത്തിലുള്ള മാനസിക വൈകല്യമുള്ള അല്ലെങ്കിൽ വൈകൃതമുള്ള ഒരാളെ ഡോക്ടറാകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ ആണ് ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 17ഓളം വിദ്യാർത്ഥികളാണ് നിലവിലിപ്പോൾ അറിയുന്നത് വെച്ചിട്ടാണെങ്കിൽ 17ഓളം വിദ്യാർത്ഥികളാണ് ഇയാളുടെ ഈ മോർഫിംഗിൽ ഇരയായിട്ടുള്ളത്. മാത്രമല്ല അതിൽ കൂടുതൽ പേരുകൾ ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇയാളുടെ ഓക്കെ താങ്ക് യു അശ്വിൻ. ഇവനൊന്നും ഡോക്ടറാകാൻ പാടില്ല എന്ന് മനു വർഗീസ് പറയുന്നു. രോഗികൾ പല രോഗങ്ങൾക്കും വരുന്നവരാണ്. ഇവനെ പോലുള്ള മനോരോഗമുള്ളവരെ ഡോക്ടറാക്കരുത് എന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നു. സംഭവം വല്ലാത്ത കഷ്ടമല്ലേ? ഒന്നാലോചിക്കുക. നന്നായിട്ട് പഠിച്ച് വൃത്തിയായിട്ട് പരീക്ഷയൊക്കെ എഴുതി, മെഡിക്കൽ എൻട്രൻസ് നീറ്റ് പരീക്ഷയൊക്കെ എഴുതി റാങ്കൊക്കെ വാങ്ങിച്ചാണല്ലോ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ വരുന്നത്. അവന് വൃത്തിയായിട്ടിരുന്ന് പഠിച്ചാൽ പോരെ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇങ്ങനെയുള്ള ചില ദുശീലങ്ങളുമായിട്ട് വരിക, സഹപ്രവർത്തകരുടെയും സഹപാഠികളുടെയും ഒക്കെ ഫോട്ടോ എടുത്ത് അത് മോർഫ് ചെയ്ത് കണ്ട് ആനന്ദിക്കുക, എന്നിട്ട് പ്രചരിപ്പിക്കുക. ഇതാണ് ഈ ചങ്ങാതി ചെയ്ത കുറ്റം. ഡോക്ടറാവേണ്ട മനുഷ്യരായിരുന്നു, ഇനിയിപ്പോൾ ജയിലിൽ പോവേണ്ടി വരില്ലേ? അതും എന്തിനാ പോയതെന്ന് നാട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ സഹപാഠികളുടെ ചിത്രങ്ങൾ എടുത്ത് മോർഫ് ചെയ്തതിന് വേണ്ടി ജയിലിൽ പോകേണ്ടി വന്ന ഒരു ഡോക്ടറല്ലാതെ പോയ ഒരു മനുഷ്യൻ എന്നായിരിക്കില്ലേ നിങ്ങളെ രേഖപ്പെടുത്തുക?